അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കുമ്പം ഇറാൻ്റെ പ്രത്യാക്രമണങ്ങളെ ശരിക്കും തടയുന്നത് അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞിരുന്നു ഇരുട്ടി വെളുത്ത് കഴിയുമ്പോഴത്തേക്കും വലിയ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇരുട്ടി വെളുത്തപ്പോൾ സംഭവിച്ചത് ഇറാൻ അമേരിക്കയുടെ താഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്തെറിഞ്ഞു. ജോർദാനിലാണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 300 ദശലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ആകെ അമേരിക്കയുടെ 8 താഡ് യൂണിറ്റുകളാണ് ഉള്ളത്. അതിലൊരെണ്ണം ഇവർ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ വ്യോമ പ്രതിരോധത്തിന് ഇനി അമേരിക്ക കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. ഈ ഗൾഫ് രാജ്യങ്ങളെ മൊത്തം കൂടി സംരക്ഷിക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഈ ജോർദാനിലെ താടാണ്. ആ താടിനെയാണ് ഇവർ നശിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ വെറുതെ തള്ളുകയാണെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല. ബ്ലൂംബർഗ് ന്യൂസ് പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്. ഇത് മാത്രമല്ല, ഈ താഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പാണ്. അതിനകത്ത് ഏതാണ്ട് 90ഓളം ആർമി ഉദ്യോഗസ്ഥർ, സൈനികരുണ്ടായിരിക്കും. ഇത് 100 പേര് അകത്ത് വേണമെന്നാണ്. പിന്നെ 6 ട്രക്ക് ലോഞ്ചറുകൾ ഉണ്ടായിരിക്കും, അതായത് മിസൈൽ ലോഞ്ച് ചെയ്യാനുള്ളത്. 48 ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഉണ്ടായിരിക്കും. 2 റഡാർ ഉണ്ടായിരിക്കും. അതായത് ഒരു ഇൻ്റർസെപ്റ്റർ മിസൈലിന് $13 ദശലക്ഷം വരും. അപ്പോൾ എത്ര രൂപയുടെ ചിലവ് വരുന്ന സാധനമാണ്. ഏതാനും ദിവസം മുമ്പാണ് ഖത്തറിലുണ്ടായിരുന്ന ഒരു റഡാർ സംവിധാനം, ഏതാണ്ട് 5000 കിലോമീറ്റർ ദൂരെ നിന്ന് ഒരു മിസൈൽ പുറപ്പെട്ടാൽ അതിനെ വരെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധ സംവിധാനം ഖത്തറിലുണ്ടായിരുന്നു. അത് നശിപ്പിച്ചു. ഇപ്പോൾ താടിനെ നശിപ്പിക്കുന്നു. ആകെ 8 എണ്ണേ ഉള്ളൂ താട്. അതിലൊരെണ്ണം ഇല്ലാതാക്കി കളഞ്ഞു. അപ്പം അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഇറാൻ കൃത്യമായിട്ട് പ്രിസൈസായിട്ട് ആക്രമണം നടത്തുന്നു. അമേരിക്കയ്ക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കുന്നില്ല എന്നുള്ളതല്ല, അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കുന്ന അതേ നാണയത്തിൽ ഇറാൻ ആക്രമിച്ചു തുടങ്ങിയോ എന്ന് പരിശോധിക്കേണ്ടി വരും. അതായത് യുദ്ധം ആദ്യം ഇറാൻ ആക്രമിച്ചപ്പോൾ ഉള്ള ഒരു സ്ഥിതിയിലുള്ള ആക്രമണമല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം വാരി വലിച്ചിടുന്നു, അല്ലെങ്കിൽ അവിടുന്ന് ഇവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ തടയുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് പലയിടത്തും കത്തുകയും അല്ലെങ്കിൽ പ്രശ്നമുണ്ടാകുകയും ചെയ്യുന്നു. നിസ്സാരമായിട്ടുള്ള വിഷയമായിട്ട് പോകും. പക്ഷേ ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ നമ്മൾ ടോക്കിനകത്ത് ഈ രാത്രി വെളുക്കുമ്പോൾ ഇറാൻ തരിപ്പണമായിരിക്കും. ഇതാരാ? അമേരിക്കയാണ് പറഞ്ഞു, ഇസ്രായേൽ അല്ല പറഞ്ഞു, അമേരിക്കയാണ് പറഞ്ഞു. കാരണം അതിനുള്ള ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഈ രാത്രി വെളുക്കുമ്പോൾ ഇറാൻ തരിപ്പണമായിട്ടില്ല. അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ പ്രഹരമാണ് ഇപ്പം സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിക്കുന്നത്. കാരണം ഇതേ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലഭിച്ചിരുന്നതാണ്. താഡ് സംവിധാനം ജോർദാനിലുള്ളത് അല്ലെങ്കിൽ മറ്റ് പലയിടത്തുമുള്ളത് പ്രതിരോധ സംവിധാനങ്ങൾ ഒക്കെ തകർക്കാൻ പോകുന്നു, അതിനുള്ള നീക്കുപോക്കുകൾ ഈ പറയുന്ന ഇറാൻ നടത്തുന്നു എന്നുള്ള, ജോർദാനെ, സൗദി, UAE താവളങ്ങൾ മനസ്സിലായി അപ്പം നടത്തുന്നു എന്നുള്ള ഇതിന് തയ്യാറെടുപ്പ്. അതായത് പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നാൽ പിന്നെ മിസൈൽ ഇടുന്നതിന് പ്രശ്നമില്ലല്ലോ. ഇപ്പം ഇറാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഇറാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും, ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതും ഇങ്ങനെയാണ്. പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു, ഈ ലോഞ്ച് പാടുകൾ തകർത്തു, ഡ്രോൺ പാടുകൾ തകർത്തു, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർക്കുന്നു. ഇപ്പം സിനു പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം 5000 കിലോമീറ്റർ ചുറ്റളവിലുള്ള $1.1 ബില്യൺ വിലയുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് 2-3 ദിവസം മുമ്പ് തകർത്തത്. അത് റഡാർ സംവിധാനം. അത് നിസ്സാരമായിട്ട് തകർക്കാൻ പറ്റുന്ന ഒരു റഡാർ സംവിധാനമല്ല. അതായത് ഷാഹേസ് മിസൈൽ ഉപയോഗിച്ച് ഇവർ തകർത്തത്. കാരണം ഒരു ബാലിസ്റ്റിക് മിസൈൽ തൊടുക്കുന്ന സമയത്ത് 5000 കിലോമീറ്ററിന് അപ്പുറത്ത് നിന്നാണെങ്കിൽ പോലും അറിയാനും അത് കണ്ടെത്താനും അതിനെ തകർക്കാനും പറ്റുന്ന ഒരു സംവിധാനം. ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ, പല രാജ്യങ്ങൾ കൂടി ഒന്നിച്ച് ഇത് മതിയായിരുന്നു. കാരണം 5000 കിലോമീറ്റർ ചുറ്റളവാണല്ലോ. നമ്മുടെ ഈ S-400 ഒക്കെ എന്ന് പറഞ്ഞാൽ 400 കിലോമീറ്റർ ഒക്കെ ചുറ്റളവേ വരുന്നുള്ളൂ. ആ സ്ഥാനത്താണ് അത് തീർന്നത്. അത് വല്ലാത്ത ഒരു ആഘാതമാണ്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള രാജ്യങ്ങളിലെ ഇതുപോലെ പ്രതിരോധ സംവിധാനം, താഡ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം അവരവകാശപ്പെടുന്നത് ലോകത്ത് നമ്പർ 1 താടാണ്. അതിനെ അതിജീവിക്കാൻ ഉള്ള പ്രതിരോധ സംവിധാനങ്ങളില്ല. അതാണ് നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 പട്ടാളക്കാരാണ് ഈ പറഞ്ഞതുപോലെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ അൻസാരികൾ, ഇപ്പോൾ സിനു പറഞ്ഞില്ല, ട്രക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ഇത് തകർത്ത്. ഇത് 8 എണ്ണേ ഉള്ളൂ അമേരിക്കയ്ക്ക്. 8 എണ്ണ 300 ദശലക്ഷം രൂപ അല്ലെങ്കിൽ വിലയുള്ളതാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ, യുദ്ധം ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എല്ലാം പൊട്ടക്കണ്ണൻ അടിക്കുന്ന പോലെ വട്ടം അടിക്കുകയാണ്, എല്ലായിടത്തും ഇടുകയാണ്, അല്ലെങ്കിൽ മിസൈലുകൾ വീടുന്നില്ല, മിസൈലുകൾ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കുന്നുണ്ട്. ഇപ്പം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങൾ ഒക്കെ തകർക്കുന്നു. ഇതിനകത്ത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പം നഷ്ടം എത്ര കോടി രൂപയാണെന്ന് താട് പോയപ്പം 300
ദശലക്ഷം 2500 കോടി കോടി രൂപ 300 ദശലക്ഷം. ഇപ്പം മറ്റേത് $1.1 ബില്യൺ. അത് വല്ലാത്ത ഭീകരമായ അവസ്ഥ. പിന്നെ കഴിഞ്ഞ ദിവസം ഇവർക്ക് ആകപ്പാടെ ഈ നാണക്കേടായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ സിനുജി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ 2 F-15 വിമാനം വീണു. F-15 വിമാനം എന്ന് പറഞ്ഞാൽ ഒരു വിമാനത്തിന് ഏതാണ്ട് 1000 കോടി രൂപ വിലയുള്ളതാണ്. 2 വിമാനം തറയിൽ വീഴുമ്പോൾ 2000 കോടി രൂപയുടെ നഷ്ടം. ഈ 2000 കോടി രൂപയുടെ നഷ്ടത്തിനപ്പുറം ഇവരുടെ പ്രതിരോധ സംവിധാനം അവിടെയും വെച്ചിരിക്കുന്നത്. ഈ പ്രതിരോധ സംവിധാനം എന്താ? നമ്മുടെ ഒരു പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്നറിയാം. നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് നമ്മളുടെ വിമാനം പറന്നു പോകുമ്പോൾ നമ്മുടെ കുഞ്ഞാന്നറിയണം. വേറെ വിമാനം പറന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആക്ട് ചെയ്യണം. ഇത് നമ്മുടെ കുഞ്ഞാന്ന് പോലും തിരിച്ചറിയാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനത്തിൽ ഒന്നായിട്ടുള്ള അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമാണ് അവിടെ വെച്ചിരുന്നത്. ആ പ്രതിരോധ സംവിധാനത്തിന് 2 വിമാനങ്ങൾ അവരുടേതല്ല എന്ന രീതിയിൽ അടിച്ചിടുക എന്ന് പറഞ്ഞാൽ അതും അമേരിക്കയ്ക്ക് എന്തൊരു നാണക്കേടാണ്. ഇവിടെ ഇപ്പോൾ അമേരിക്ക സംഭവിക്കുന്നത് ആയുധ കലവറയിലെ ആയുധങ്ങളൊക്കെ തീരുക. ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ വിദഗ്ധരൊക്കെ പറയുന്നത് എത്രയും പെട്ടെന്ന് ആയുധ നിർമ്മാണം അല്ലെ ആയുധങ്ങളുടെ ഉൽപ്പാദനം കൂട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പറ്റില്ല. ഇപ്പോൾ ഈ പറയുന്ന താഡ് സംവിധാനം തകർന്നതോടുകൂടി ഇതിന് പകരം വെക്കാവുന്ന പ്രതിരോധ സംവിധാനം അമേരിക്കയുടെ കയ്യിലില്ല. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ഇത്രയും കാലം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ താഡ് സംവിധാനമായിരുന്നു. താഡ് സംവിധാനം പോയെങ്കിൽ ഇനി അവിടേക്ക് ഇറാൻ ആക്രമണം നടത്തിയാൽ അമേരിക്കയെ കൈയും കെട്ടി നോക്കിക്കാനേ പറ്റുള്ളൂ. മാത്രമല്ല ഇവർ 9 ബാറ്ററികളൊക്കെ വേണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇക്കാലമായിട്ട് ഈ മേഖലയിൽ അത് പൂർണ്ണമായിട്ടും വെക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ദക്ഷിണ കൊറിയയിൽ അതുപോലെ ഗ്വാം തുടങ്ങിയ മേഖലകളിലൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് കൂടി തിരിച്ചെടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. പക്ഷേ അമേരിക്കയ്ക്ക് അത് നാണക്കേടാ. കാരണം ഈ താഡ് സംവിധാനം തകർന്നു, ഇത്രയും സൈനികർ കൊല്ലപ്പെടുന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇവർ പുറത്തേക്ക് വിടുന്നില്ല. പക്ഷേ ഇറാൻ അറിയാം. ഇവിടെ ഇപ്പോൾ ബ്ലൂബർഗ് ആ സാധനത്തിൻ്റെ സാറ്റലൈറ്റ് ചിത്രം പുറത്തുവിട്ടുകൊണ്ട് അല്ലെ അമേരിക്ക രഹസ്യമാക്കി വെച്ചേ. അവർ പറയുന്നുണ്ട് ഈ പറയുന്ന ഖത്തറിൽ ഞങ്ങളുടെ ഈ റഡാർ സംവിധാനം തകർന്നു. അത് തകർന്നതോടുകൂടി തകർന്നെന്ന് അവർ പറയുന്നില്ല, അറ്റകുറ്റപ്പണിക്ക് വേണ്ട ആവശ്യം വന്നു എന്ന് പറഞ്ഞാൽ മിസൈൽ ഉപയോഗിച്ച് തകർന്നതല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നതും കൃത്യമായിട്ട് മിസൈലുകളുടെ വലിയൊരു ശേഖരം ഇപ്പോഴും ഇറാൻ്റെ കയ്യിലുണ്ട്. കാരണം അവർക്ക് ശക്തമായൊരു വ്യോമസേനയില്ല. അപ്പോൾ അവർ ആക്രമണം നടത്തുന്നത് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഉപയോഗിച്ചാണ്. അപ്പോൾ ഒന്നിലധികം ഡ്രോൺ, ഇപ്പോൾ എത്ര ഡ്രോണാണ് ഇവർ ഉപയോഗിക്കുന്നത് അറിയത്തില്ല. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ആദ്യ ദിവസങ്ങളിൽ ആക്രമിച്ചതുപോലെ ഇറാൻ ശക്തമായിട്ട് ആക്രമിക്കുന്നില്ല. ഇറാൻ നിശ്ചിത സമയങ്ങളിലേ ആക്രമിക്കുന്നുള്ളൂ. അപ്പം ആ ആക്രമണം കൃത്യമായിട്ട് തകർക്കേണ്ടതിനെയൊക്കെ തകർക്കണം. മറ്റേത് അങ്ങനെയല്ല, ഒരു 10-50 ഡ്രോൺ ഒരുമിച്ച് അയക്കുന്നു. ഇതിനെ ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഒരു 40 എണ്ണത്തിനെ വരെ പ്രതിരോധിക്കും. ബാക്കി 10 എണ്ണം ഉണ്ടല്ലോ, ഇതുകൊണ്ടുള്ള നേട്ടം മതി. പക്ഷേ അപ്പോൾ ഇത്രയും നഷ്ടം വരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. കൃത്യമായ ആക്രമണം നടത്തുന്നത്, കൃത്യമായ രീതിയിൽ ഡ്രോണ്, കൃത്യമായ രീതിയിൽ മിസൈല്. അതുകൊണ്ടാണ് ഒരു റഡാർ സംവിധാനം തകർന്നത്, താഡ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം തകർന്നത്. ഇത് ഈ പറയുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ആശങ്കയാണ് ഇപ്പോൾ. ഇതിനകത്ത് വേറൊരു കാര്യം സംഭവിച്ചത് ഓർമ്മയുണ്ടോ? ഇതിനകത്ത് 13 ദിവസത്തെ യുദ്ധത്തിനകത്ത് ഈ പറയുന്ന ഇറാനകത്ത് ഇറങ്ങിയിരുന്ന് ഡ്രോൺ ലോഞ്ചർ അവിടെ സ്ഥാപിച്ച് ആക്രമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് വന്നായിരുന്നു. അതിനുശേഷം ഇത് പിടിച്ചെടുത്തപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടപ്പോൾ പല ഡ്രോണുകളും അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. അതായത് വിടാത്ത ഡ്രോണുകൾ, ലോഞ്ചറുകൾ. അത് ഇറാൻ പരിശോധിച്ച് ഡെവലപ്പ് ചെയ്ത് അതേനെക്കാട്ടി മാരകമായിട്ടുള്ള ആ ടെക്നോളജി അങ്ങ് പോയില്ലേ, അതേ മാരകമായിട്ടുള്ള ഡ്രോണുകൾ നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ആശങ്കയുണ്ടായി. എന്തായാലും അവരുടെ ഡ്രോണുകൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം കയറി. കഴിഞ്ഞ ദിവസം സിനു പറഞ്ഞതുപോലെ 5000 രൂപയുടെ ഡ്രോണ് അടിച്ചിടണമെങ്കിൽ 4 ലക്ഷം രൂപയുടെ സാധനം വേണം. കാരണം പറഞ്ഞാൽ 5000 രൂപയുടെ ഡ്രോണെന്ന്. അപ്പം അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ സാധനം വേണം. ഇതേ രീതിയിൽ. അപ്പം ഇത് വല്ലാത്തൊരു അപകടമാണ്. അതാണ് ഇറാൻ പറയുന്ന പലതും നമ്മളിപ്പം ശരിയാണോ എന്ന് വിചാരിക്കേണ്ടത്. ഞങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ല, ഞങ്ങൾ തുടങ്ങിയിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് നിങ്ങൾ എന്താണെന്ന് അറിയാം. കാരണം 10-20 കൊല്ലത്ത് ഒരു രാജ്യത്ത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദനമുള്ള രാജ്യം, ആ രാജ്യത്ത് എത്ര വാനുള്ളപ്പോഴും അവർ എണ്ണ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പൈസ മൊത്തം പ്രോക്സികൾക്കും ബാലിസ്റ്റിക് മിസൈലുകൾക്കും അല്ലെങ്കിൽ ആയുധ ശേഖരത്തിന് ഉപയോഗിച്ചിരുന്നു. അതായത് അവരുടെ ലക്ഷ്യം നമ്മൾ പറയുമ്പം ഷിയയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവരാജ്യം ഉണ്ടാക്കണം, അതിന് ശത്രുക്കൾ കണ്ടമാനമുണ്ട്, അവരെ നശിപ്പിക്കാൻ അതുപോലെ ശേഖരം വേണം. അപ്പോൾ അവരിത് ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ അവരുടെ ശേഖരം ഭീകരമാണ്, ഇവർ നശിപ്പിച്ചതിനപ്പുറമാണ്. അല്ലെങ്കിൽ അവർക്ക് പൊങ്ങാൻ പറ്റാത്തോളം ഉള്ള രീതിയിലേക്ക് ഈ പറയുന്ന മിസൈൽ വിടാൻ പറ്റരുത്, ഡ്രോൺ വിടാൻ പറ്റരുത്, മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റരുത്, അതെല്ലാം തകർത്തിരിക്കണം. അല്ലെങ്കിൽ ഇതിനപ്പുറം ഈ GCC രാജ്യങ്ങളെ കളിപ്പിച്ച് വൃത്തിയാക്കാം അമേരിക്ക. അവിടെ എവിടെയും കൊണ്ടുവന്ന് അവരുടെ അത്യാവശ്യം കണ്ണാവുണ പ്രതിരോധ സംവിധാനം ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് തകർത്ത് അങ്ങോട്ട് കയറിയാൽ സിനു പറഞ്ഞതുപോലെ ഒറ്റ മിസൈലെ തീരുന്ന രാജ്യങ്ങളെ ഉള്ളതല്ല. കാരണം എത്ര വലിപ്പമുണ്ട്, എത്ര ജനതയുണ്ട്. അപ്പം ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് യുദ്ധം പോകുന്നു. അമേരിക്ക വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ, അമേരിക്ക വിചാരിക്കുന്നിടത്ത് ഒരുപക്ഷെ കാര്യങ്ങൾ നിൽക്കത്തുമില്ല.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.